കേൾപ്പിക്കുന്നത് മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറ. അദ്ദേഹം തൻ്റെ പിതാവിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഉപ്പ, എല്ലാ പ്രഭാതത്തിലും എല്ലാ വൈകുന്നേരവും അവിടുന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. എങ്ങനെ? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അതേപോലെ തന്നെ അങ്ങൊന്ന് ഇങ്ങനെയും പറയുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഇപ്പോൾ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ മുടങ്ങാതെ അങ്ങ് ഇപ്രകാരം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ എന്നാണ്. ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്രകാരമാണത്: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്നിങ്ങനെ ഇതിങ്ങനെ അവിടുന്ന് ചൊല്ലുന്നതായി മകൻ കേട്ടപ്പോൾ മകൻ ചോദിച്ചതാണ് ഉപ്പയോട്, ഉപ്പ നിങ്ങളിത് ഇങ്ങനെ രാവിലെ വൈകുന്നേരമൊക്കെ പറയുന്നതായി ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നത് കേട്ട സഹാബിയായ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു മോനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അതെ, നഅം യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, അതെ, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഉ ബിഹിന്ന, അള്ളാഹുവിന്റെ റസൂല് ഈ ദുആകൾ കൊണ്ട് ദുആ ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഫഅന ഉഹിബ്ബു അൻ അസ്തന്ന ബിസുന്നതിഹി, മുസ്തഫായുടെ ആ ചര്യയെ ഞാനും എൻ്റെ ജീവിതത്തിൽ പാലിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്യുന്നത് കുഞ്ഞുമോനെ എന്ന് മോനായ അബ്ദുറഹ്മാനോട് മഹാനായ സഹാബി പറഞ്ഞു കൊടുത്തു എന്നാണ്. അബൂദാവൂദ്, നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. ഇതും നമുക്ക് വളരെ വ്യക്തവും ലളിതവുമായി തന്നെ നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. ആദ്യം പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ആഫിനി ഫീ ബദനി, എൻ്റെ ശരീരത്തിൽ നീ ആഫിയത്ത് തരണേ. ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണ് ചോദിക്കുന്നത്. ശാരീരികമായിട്ട് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. നമുക്കാരും നമ്മളോട് പറഞ്ഞു തരേണ്ടതില്ല. രോഗം വരുന്ന ഒരവസ്ഥ, രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഒരാളോടും വിശദീകരിക്കേണ്ടതില്ലാത്ത അത്ര എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് രോഗം എന്ന് പറയുന്ന ഏറ്റവും നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, എൻ്റെ ശരീരത്തിൽ നീ, മൊത്തം ശരീരത്തിൻ്റെ കാര്യം, മൊത്തം ശരീരത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, ബദൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്നാണ്. ശരീരത്തിൽ നീ ആഫിയത്ത് തരണേ. നീ ആ ശരീരത്തിൽ തന്നെ അല്ലേ കേൾവിയും കാതും കാഴ്ചയും ഒക്കെ, അത് പ്രത്യേകം എന്നെ ശേഷം എടുത്തു പറയണം. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, എൻ്റെ കാതിൽ, എൻ്റെ കേൾവിയിൽ നീ ആഫിയത്ത് തരണേ, ആരോഗ്യം തരണേ. കാത് വ്യക്തമായി കേൾക്കുക, മറ്റൊരു ശ്രവണ സഹായി ഒന്നും വെക്കാതെ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് അപാരമായൊരു നിഅമത്താണ്. ചെവി കേൾക്കാത്തവർക്കാണ് ആ നിഅമത്തിന്റെ മഹത്വം അറിയുക. നമ്മൾ എന്ത് ചെയ്യുന്നു? റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഈ ചെവി കൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്നത് മാത്രം കേൾക്കാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അവൻ കാത് തന്നത് നല്ലത് മാത്രം കേട്ട് മനസ്സിലാക്കാനും പഠിക്കാനുമാണ്. നമ്മളോ ആ കാതുകൊണ്ട് റബ്ബിന് വെറുപ്പ് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അരുതാത്ത കാര്യങ്ങൾ കേൾക്കുന്നു. അല്ലാഹുവേ, എൻ്റെ കാതിൽ നീ ആഫിയത്ത് തരണം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് കേൾക്കാനും, അതേപോലെ തന്നെ എൻ്റെ കാതിൻ്റെ ആരോഗ്യം നിലനിന്ന് അത് കൃത്യമായി തന്നെ നീ പൊരുത്തപ്പെടുന്ന നിലക്ക് ആ കാത് കൊണ്ട് നല്ലത് മാത്രം കേൾക്കാനും, അതേപോലെ തന്നെ കേൾവിയിലുണ്ടാകുന്ന ഏതെങ്കിലും നിലക്കുള്ള അസുഖങ്ങളും ന്യൂനതകളും ഒക്കെ ഇല്ലാതെയായിക്കൊണ്ട് എൻ്റെ കേൾവിയിൽ നീ ആഫിയത്ത് തരണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, മൂന്നാമത്തെ ഭാഗം അതാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആഫിനി, നീ എനിക്ക് ആഫിയത്ത് തരണേ, ഫീ ബസരി, എൻ്റെ കണ്ണിൽ. കണ്ണിൻ്റെ കാഴ്ച ആരോട് വിശദീകരിക്കണം? ആർക്കാണതിൻ്റെ മഹത്വം അറിയാത്തത്? കണ്ണിൻ്റെ കാഴ്ചയൊന്ന് മങ്ങുമ്പോഴേക്ക് തന്നെ നമ്മൾ പ്രയാസപ്പെടുന്നു. നമ്മൾ കണ്ണടകൾ ധരിക്കേണ്ടി വരുന്നു, കാഴ്ച മങ്ങുന്നു, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വരുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. ആ കാഴ്ച പറ്റേ അങ്ങ് നഷ്ടപ്പെട്ടു പോയാലോ? കണ്ണ് അള്ളാഹു നൽകിയിട്ടുള്ള മഹനീയമായ അനുഗ്രഹമാണ്. അതിൻ്റെ ആഫിയത്ത് എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് മാത്രം അത് നോക്കലാണ്. അതേപോലെ ആ കണ്ണിൻ്റെ കാഴ്ചക്ക് ഒരു അസുഖവും വരാതെ കണ്ണിനെ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെ നിലനിർത്തി തരണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. ഇതൊക്കെ പറഞ്ഞിട്ട് പറയും, എന്താ അള്ളാഹിനോട് ചോദിക്കണത്? ലാ ഇലാഹ ഇല്ലാ അൻത. കണ്ട, ഉടനെ പറഞ്ഞു, നീയല്ലാതെ ഒരു ഇലാഹില്ല. റബ്ബിനെ നമുക്ക് ആരോഗ്യം തരാൻ പറ്റൂ, റബ്ബിനെ നമ്മുടെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും ഒക്കെ നിലനിർത്തി തരാൻ പറ്റൂ, അവനെ കൊണ്ടേ അതിന് പറ്റൂ. കാരണം ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരാരാധ്യനില്ല. ചേർത്ത് പിന്നെ പറയുന്നത് എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അല്ലാഹുവേ, മിനൽ കുഫ്രി, കുഫറിൽ നിന്ന്, സത്യനിഷേധം, കാഫിറായി പോകുന്ന ഒരവസ്ഥ. ലോകം ഇന്ന് അങ്ങനെയാണ്. രാവിലെ മുസ്ലിമാണ്,
വൈകുന്നേരം കാഫിറായി പോകുന്ന ഒരവസ്ഥ. മണിക്കൂറുകൾ മിനിറ്റുകൾ വെച്ചുകൊണ്ട് മനുഷ്യന്റെ തൗഹീദും ശിർക്കും ഈമാനും കുഫറും ഒക്കെ മാറി മാറി വരുന്നൊരവസ്ഥയാണ്. അത്രക്കും ഫിത്നകൾ പടരുന്നൊരു ലോകത്താണ് നമ്മളുള്ളത്. അള്ളാഹുവേ, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ വന്ന് കാഫിറായി പോകുന്ന ഒരവസ്ഥ വരരുതേ. ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിനൽ കുഫിരി, കുഫറിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതുപോലെ തന്നെ വൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ദാരിദ്ര്യം മനുഷ്യനെ ഒരുപാട് തിന്മകളിലേക്ക് തള്ളിവിടും. റബ്ബിനെ കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കും. ദാരിദ്ര്യം എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയല്ലോ, എനിക്കൊന്നുമില്ലാതെയായല്ലോ എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറയാനും, റബ്ബിനെ കുറിച്ച് അരുതാത്തത് ചിന്തിക്കാനും, നന്ദികേടിന്റെ വാക്കുകൾ പറയാനും, നിരാശയുടേതായ വാക്കുകളും പ്രവർത്തനങ്ങളും, ഒരു വേള ആത്മഹത്യകൾക്ക് പോലും മനുഷ്യരുടെ ദാരിദ്ര്യം അവനെ പ്രേരിപ്പിക്കാറുണ്ട്. ആ നിലക്കുള്ള ഒരു ഫഖർ അല്ലാഹുവേ നീ എനിക്ക് തരരുതേ. അത്തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. തീർന്നില്ല, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളും ചോദ്യങ്ങളും ശിക്ഷകളുമൊക്കെ വർണ്ണിക്കാനാവില്ല. ഭീകരമാണ്, വളരെയേറെ പ്രയാസകരമാണ് ഖബറിലെ അവസ്ഥ. ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ചില റിപ്പോർട്ടുകളിൽ അതിൻ്റെ ശേഷവും ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് ആവർത്തിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ദുആയും വളരെയേറെ മനസ്സിൽ തട്ടിക്കൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളും നിർവഹിക്കുക. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ലാ ഇലാഹ ഇല്ലാ അൻത. ചില റിപ്പോർട്ടുകളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളും ശ്രദ്ധാപൂർവം അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ടൈം എടുത്ത്, എന്താ അങ്ങനെ പറയാൻ കാരണം, ചിലരൊക്കെ അത് സ്പീഡിലാണ് പറയും, മനസ്സൊന്നും അതിൽ പങ്കെടുക്കുന്നില്ല, എന്തൊക്കെയോ ചിലത് ഇങ്ങനെ പിറുപിറുക്കുന്നു എന്നുള്ളതാവരുത് നമ്മുടെ ദിക്റുകൾ. നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസമാകും ദിക്റുകൾ എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സറിഞ്ഞ് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയൊരു മനസ്സാ കിട്ടുക. നമ്മുടെ പ്രയാസങ്ങളൊക്കെ പോകും. ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുലാക്കിയല്ലോ, അവനോട് പറഞ്ഞല്ലോ, അവൻ എന്നെ രക്ഷിക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ അത് മനുഷ്യ മനസ്സുകളിൽ വല്ലാത്തൊരു കുളിരും സമാധാനവും ശാന്തിയും പകരുന്നതാണ്. അതുകൊണ്ട് മുടങ്ങാതെ, മറക്കാതെ, അലസത കൈവടിഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ നമ്മൾ സജീവമായി ശ്രദ്ധിക്കുക. അള്ളാഹു കൃത്യമായ നിലക്ക് ദിക്റുകൾ എങ്ങനെ നിർവഹിക്കേണ്ടതുണ്ടോ അത് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.